ഹായ് ഹലോ അസ്സലാമു അലൈക്കും. നമുക്ക് നല്ലൊരു അടിപൊളി ചിക്കൻ ഫ്രൈ ഉണ്ടാക്കിയാലോ. അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ ചിക്കൻ നന്നായിട്ട് എടുത്ത് നല്ല രീതിയിൽ ക്ലീൻ ചെയ്യട്ടോ. നല്ല രീതിയിൽ നല്ല വൃത്തിയാക്കി ക്ലീൻ ചെയ്തതിന് ശേഷമാണ് നമ്മളിത് ചെയ്യുന്നത്. വളരെ ടേസ്റ്റിയും വളരെയധികം ഈസിയുമായ ഈ ഒരു സംഭവത്തിലേക്ക് എന്തൊക്കെ ചേർക്കണം നോക്കാം. നന്നായി കഴുകിയ ചിക്കനിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, അതിലേക്ക് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ അതിലേക്ക് മുളക് പൊടി, പിന്നെ മുളക് പൊടിയുടെ കാര്യം പറഞ്ഞപ്പോഴേ കാശ്മീരി ചില്ലിയും കൂടി ചേർത്ത് പൊടിച്ചതാണ് കേട്ടോ. പിന്നെ ജീരകപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ആവശ്യത്തിന് ഉപ്പാണ്. പിന്നെ തൈരാണ് അല്പം ചേർത്ത് കൊടുത്തത്. അതുപോലെ തന്നെ പിന്നെ ഇതിലേക്ക് ഒരു കോഴിമുട്ട ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഇതെല്ലാം കൂടെ നമുക്ക് മിക്സ് ചെയ്യാൻ വേണ്ടത്. അല്പം കൂടെ കളറിന് വേണമെങ്കിൽ മുളക് പൊടി ആഡ് ചെയ്യാം കേട്ടോ. അങ്ങനെ ഇതിലേക്ക് നമ്മൾ ഫ്ലവർ കൂടി ആഡ് ചെയ്താൽ നല്ല അടിപൊളി ടേസ്റ്റ് ആയിരിക്കും. അങ്ങനെ എല്ലാം കൂടി ചേർത്ത് നന്നായിട്ട് അങ്ങോട്ട് ഈ രൂപത്തിൽ ഇങ്ങോട്ട് കുഴച്ചെടുക്കുക. എപ്പോഴും നമ്മൾ അല്പസമയം റെസ്റ്റ് ചെയ്യാൻ വെക്കണമല്ലോ. പറ്റുകയാണെങ്കിൽ അരമണിക്കൂറെങ്കിലും നമ്മൾ ഇത് റെസ്റ്റ് ചെയ്യാൻ വെച്ചാൽ അടിപൊളി ടേസ്റ്റ് ആയിരിക്കും. എല്ലാ മസാലാസും അതിലേക്ക് പിടിച്ച് നല്ല അടിപൊളിയായിട്ട് വരും കേട്ടോ. അപ്പോൾ എല്ലാവരും ചെയ്യുന്ന പോലെ തന്നെയാണ്. അപ്പോൾ ഞാൻ ചെയ്യുന്ന രീതി ഇതുപോലെയാണ്. അപ്പോൾ ഇത് കോൺഫ്ലോർ കുറച്ചുകൂടി വേണമെന്നുണ്ടെങ്കിൽ അല്പം കൂടി നമുക്ക് ചേർത്ത് കൊടുത്ത് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അങ്ങനെ ആകുമ്പോൾ നല്ലൊരു സോഫ്റ്റ് ആയിരിക്കുമല്ലോ, കുട്ടികൾക്ക് കഴിക്കാനും ഒക്കെ ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പോൾ ഇതുപോലെ ചിക്കന് ഫ്രൈ ചെയ്ത് നോക്കുക. എല്ലാവരും ചെയ്യുന്ന സംഭവം തന്നെയാണ്. എന്തൊക്കെ തന്നെയാലും ഈ രീതിയിലുള്ള റെസിപ്പികളൊക്കെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതായത് ഇതെൻ്റെ അമ്മായിയുടെ ചാനലാണ്, അതായത് അമ്മാവൻ്റെ ഭാര്യയുടെ. നല്ല അടിപൊളി കുക്ക് ആണ്, നല്ല ഫുഡ് ഐറ്റംസ് ഒക്കെ ഉണ്ടാക്കി കൊടുക്കുന്ന ആളാണ്. അപ്പോൾ ഇതോ ചിക്കനൊക്കെ ഇവിടെ ഫ്രൈ ചെയ്യാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ അമ്മായിൻ്റെ അടുത്ത് വന്നപ്പോൾ നല്ല ടേസ്റ്റുള്ള ഫുഡ് കിട്ടിയപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു വീഡിയോ എടുത്തതാണ് കേട്ടോ. പിന്നെ അതിലേക്ക് അല്പം പച്ചമുളക് കീറിയതും കറിവേപ്പിലും കൂടി ഇട്ട് കൊടുത്താൽ നല്ല അടിപൊളിയായിരിക്കും. അമ്മായി ഒരു ഡൗട്ട്, ഇത് വെളിച്ചെണ്ണയിലല്ലേ ഫ്രൈ ചെയ്തത്? വെളിച്ചെണ്ണയിലാണ് കേട്ടോ. കൂടുതൽ ടൈം ആയതുകൊണ്ട് നമുക്ക് വേണമെങ്കിൽ സൺഫ്ലവർ ഓയിലും ഇത് ചെയ്യാം. എന്തായാലും അടിപൊളി ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല അടിപൊളി വെറൈറ്റി ഫുഡ് ഐറ്റംസ് ഒക്കെ കാണുന്നുണ്ടെങ്കിൽ ഈ ചാനൽ കയറി ഒന്ന് ചെക്ക് ചെയ്താൽ നിങ്ങൾക്ക് കിട്ടും കേട്ടോ. നിങ്ങൾക്ക് ആഗ്രഹിച്ച രീതിയിലൊക്കെ നിങ്ങൾ പറഞ്ഞ ഒരു പക്ഷെ ഉണ്ടാക്കി തരുമായിരിക്കും അല്ലേ മായി? ഏത് ഐറ്റംസും ഫുഡ് ഐറ്റംസ് ഇവർ റെഡിയാക്കി തരും കേട്ടോ. അപ്പോൾ എല്ലാവരും ഈ ഒരു ചാനൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. അമ്മയുടെ പേരക്കുട്ടിയാണ് കേട്ടോ ഒരു സൗണ്ട് ഉണ്ടാക്കുന്നത്. കണ്ടില്ലേ, ഒരു വണ്ടിയുടെ സൗണ്ട് കേൾക്കുന്നത്? കണ്ട വല്യമ്മാൻ്റെ ഫുഡൊക്കെ നല്ല ഇഷ്ടപ്പെട്ടിട്ടാണെന്ന് തോന്നുന്നു. അപ്പോൾ എന്തൊക്കെ തന്നെയായാലും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ അതാ ചിക്കൻ ഫ്രൈ ഒക്കെ ഇവിടെ നന്നായിട്ട് അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. മലപ്പുറം മുത്തിൻ്റെ അമ്മാവൻ്റെ ഭാര്യയാണ് പേര്, റഹ്മത്താണ്. അപ്പോൾ ഇൻഷാ അല്ലാഹ് എല്ലാവരും ട്രൈ ചെയ്യുക.